നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ മൾട്ടിടാസ്കിങ് എങ്ങനെ മൾട്ടിടാസ്കിങ് ചെയ്യുക? ഒരേ സമയത്ത് ഒന്നിലധികം വിൻഡോ. ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, ഫേസ്ബുക്കും അതേ സമയത്ത് തന്നെ. എത്ര വിൻഡോ വേണമെങ്കിലും ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പരിപാടി. അതൊരു അടിപൊളി ട്രിക്കാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഫോണിൽ തന്നെയുള്ള ഒരു സെറ്റിങ്സ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പം വാട്സപ്പ് എടുത്തിട്ട് അത് ഇവിടെ ഒരു ഭാഗത്ത് കൊണ്ടാക്കുക. എത്ര വേണേൽ ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്ത് അവിടെ കൊണ്ടാച്ച്. ഇനിയിപ്പോൾ യൂട്യൂബ് എടുക്കണം, അതേ സമയത്ത് തന്നെ യൂട്യൂബ് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു ഭാഗത്ത് യൂട്യൂബ് ഉണ്ട്, ഒരു ഭാഗത്ത് വാട്സപ്പ് ഉണ്ട്, ഇതുപോലെ ഫേസ്ബുക്ക്. എത്ര വിൻഡോ വേണമെങ്കിലും നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാം. ഇപ്പം വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണുകയും ചെയ്യാം. എങ്ങനെ ചെയ്യുക? ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഫോണിലുള്ള സെറ്റിങ്സ് തന്നെ. ആദ്യം ഇതൊന്ന് ഒഴിവാക്കട്ടെ, ബാക്കാക്കിയാൽ ഇതങ്ങ് പോകും. നമുക്ക് നമ്മളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഈ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എബൌട്ട് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ചില ഫോണിൽ MIUI വെർഷൻ ആയിരിക്കും, ചില ഫോണിൽ ബിൽഡ് നമ്പർ ആയിരിക്കും. ഇതിൽ എന്താ നോക്കട്ടെ, ഇതിൽ ബിൽഡ് നമ്പറുള്ളത്. ഈ ബിൽഡ് നമ്പറിൽ അല്ലെങ്കിൽ MIUI വെർഷനിൽ 7 പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. ഇപ്പം ഞാനിത് ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് വേണ്ടാന്ന് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറേ താഴേക്ക് പോവുക. കുറേ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വോയിസ് ആക്ടിവിറ്റീസ് ടു ബി റീസൈസബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ എനേബിൾ ഫ്രീ ഫ്രം വിൻഡോസ് എന്നുള്ള രണ്ടാമത്തെ അതും തൊട്ടതായുള്ള എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ റീസെൻറ്റ് ടാബിൽ നിന്ന് റീസെൻറ്റ് എടുത്തിട്ട് അതിൽ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ഇൻ പോപ്പപ്പ് വ്യൂ എന്നുള്ള ഓപ്ഷൻ വരും. അത് കൂടെ നമുക്ക് പോപ്പപ്പ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് അത് വേറെ തന്നെ ഒരു വിൻഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് എത്ര വേണമെങ്കിൽ ചെറുതാക്കി വലുതാക്കുകയൊക്കെ ചെയ്യാം. താഴത്തെ മൂലയിൽ നിന്ന് മേലത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കുകയും ചെയ്യാം. ചില ഫോണിൽ റീസെൻറ്റ് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയാണ് ഓപ്ഷൻസ് വരിക. അതിൽ നടുക്കുണ്ടാവും പോപ്പപ്പ് വിൻഡോൻ്റെ ഐക്കണ്. അത് കാണിച്ചു തരിക. എൻ്റെ ആ ഫോണില്ല, ചില ഫോണിൽ അങ്ങനെ ഉണ്ടാകുക. ഈ ഫോണിൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ഇൻ പോപ്പപ്പ് വിൻഡോ എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് എത്ര വിൻഡോ വേണമെങ്കിലും ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഒരേ ടൈമിൽ നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം. അടിപൊളിയല്ലേ? പരിപാടി നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അറിഞ്ഞൂടെങ്കിൽ നിങ്ങളെപ്പോലെ അറിഞ്ഞൂടാത്ത വേറെ ആൾക്കാരുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.